ഹായ് ഓൾ, ഇത് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2025 ഓസ്കാർ അവാർഡിനെ കുറിച്ചാണ്. ഇപ്പോൾ ഓസ്കാർ അവാർഡ് നമുക്കറിയാം PSC പരീക്ഷകളിൽ നമ്മളോട് സാധാരണ ചോദിക്കാറുള്ള ഒരു ഭാഗം തന്നെയാണ് ഓസ്കാർ അവാർഡിൽ നിന്ന് അല്ലേ. ഇപ്പോൾ 2025 ലേറ്റസ്റ്റ് ഓസ്കാർ അവാർഡാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെതായിട്ട് പഠിക്കുന്നത്. ഈ 97ാമത് ഓസ്കാർ അവാർഡായിരുന്നു 2025 നൽകിയത്. ഓക്കെ, അപ്പോൾ 97ാമത് ഓസ്കാർ ആണ് 2025 നൽകിയത്. നമുക്കറിയാം മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടി, മികച്ച ഒറിജിനൽ തിരക്കഥ, മികച്ച ഫിലിം എഡിറ്റിംഗ് എന്നിങ്ങനെ ഈ എന്താ പറയുക ഇതിനെല്ലാത്തിനുമുള്ള ഒറ്റ പുരസ്കാരം വാങ്ങിയത് അനോറ എന്ന് പറയുന്ന ചിത്രമായിരുന്നു അല്ലേ. നോക്കൂ, 97ാമത് ഓസ്കാർ അവാർഡാണ് 2025 മികച്ച ചിത്രത്തിനുള്ള 2025 ഓസ്കാർ അവാർഡ് നേടിയ ചിത്രമാണ് അനോറ. ഓക്കെ, അനോറ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ ആണ്. ചിത്രം അനോറയാണ് കേട്ടോ. അനോറയുടെ സംവിധായകനായിട്ടുള്ള ജോൺ ബേക്കർ ആണ് മികച്ച ഷോൺ ബേക്കർ ആണ് മികച്ച സംവിധായകൻ. അതുപോലെ മികച്ച നടി എന്നുള്ള പുരസ്കാരം നേടിയത് മൈക്കി മാഡിസൺ, ചിത്രം അനോറ. ഓക്കെ, അനോറ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പ്രകടനത്തിനാണ് മികച്ച നടിയായിട്ട് മൈക്കി മാഡിസണ് 2025 ഓസ്കാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? മികച്ച ചിത്രം അനോറ, മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ, ചിത്രം അനോറ, മികച്ച നടി മൈക്കി മാഡിസൺ, ചിത്രം അനോറ. അതുപോലെ മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷോൺ ബേക്കർക്ക് തന്നെയാണ്, ചിത്രം അനോറ. മികച്ച ഫിലിം എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചതും ഷോൺ ബേക്കറിനാണ്, ചിത്രം അനോറ. ഓർത്ത് വയ്ക്കാം, മികച്ച സംവിധായകൻ, മികച്ച ഒറിജിനൽ തിരക്കഥ, മികച്ച ഫിലിം എഡിറ്റിംഗ് ആരാണ്? ഷോൺ ബേക്കർ, ചിത്രം അനോറ. മികച്ച ചിത്രം അനോറ. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മൈക്കി മാഡിസൺ, ചിത്രം അനോറ. അതുപോലെ മികച്ച നടൻ അഡ്രിയൻ ബ്രോഡിയാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ഫിലിമിലെ പ്രകടനത്തിനാണ് അഡ്രിയൻ ബ്രോഡിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സഹനടിക്കുള്ള 97ാമത് ഓസ്കാർ അവാർഡ് കിട്ടിയത് സോയി സൽദാനയ്ക്കാണ്, ചിത്രം എമിലിയ പെരസ്. ഓക്കെ, സോയി സൽദാന. മികച്ച സഹനടനുള്ള പുരസ്കാരം കീരൻ കൽക്കിനാണ്, എ റിയൽ പെയിൻ എന്നുള്ളതാണ് ചിത്രം. നെക്സ്റ്റ്, മികച്ച വിദേശ ചിത്രത്തിനുള്ള 2025 ഓസ്കാർ പുരസ്കാരം നേടിയത് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ള ചിത്രമാണ്. ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ചത് ഐ ആം നോട്ട് റോബോട്ട്. ഐ ആം നോട്ട് റോബോട്ട്. മികച്ച ഡോക്യുമെന്ററി ചിത്രമായിട്ട് 2025 ഓസ്കാറിൽ തെരഞ്ഞെടുത്ത ചിത്രമാണ് നോ അദർ ലാൻഡ്. നോ അദർ ലാൻഡ്. നെക്സ്റ്റ്, മികച്ച ഗാനമാണ് എൽമാൽ, എമിലിയ പെരസിലെ എൽമാൽ എന്നുള്ള ഗാനം. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആയിട്ട് എടുത്തിരിക്കുന്നത് ദ ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര. ഒന്നുകൂടി നോക്കൂ, മികച്ച സഹനടി സോയി സൽദാന, ചിത്രം എമിലിയ പെരസ്. മികച്ച സഹനടൻ കീരൻ കൽക്കിൻ, ചിത്രം എ റിയൽ പെയിൻ. മികച്ച വിദേശ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് എ റോബോട്ട്. മികച്ച ഡോക്യുമെന്ററി ചിത്രം നോ അദർ ലാൻഡ്. മികച്ച ഗാനം എൽമാൽ, ചിത്രം എമിലിയ പെരസ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. മെയിൻലി നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടത് മികച്ച ചിത്രം, മികച്ച നടി, മികച്ച നടൻ, മികച്ച സംവിധായകൻ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. പിന്നെ വിദേശ ചിത്രം ഒന്ന് നോക്കിയോ, ആവശ്യം വന്നേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് പഠിക്കുക. താങ്ക്